ഏവർക്കും ലേൺസിയോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരളത്തിലെ കലാപങ്ങളുടെ ബാക്കി ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇന്നേ ക്ലാസ്സിൽ പഠിക്കുന്നത് 1936 നടന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ചും ആ 36 തന്നെ നടന്ന പട്ടിണി ജാഥയെക്കുറിച്ചുമാണ് നോക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ചാണ്. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണിത്, ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പൊ എന്തിനായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം? തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണിത്, ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ആര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതാരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12 വർഷമെല്ലാം ഓർത്തു വെക്കുക, കാരണം ഇത് പരീക്ഷയിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12 മലയാള വർഷം ചോദിച്ചാൽ 1112 തുലാം 27 അപ്പൊ തുലാം 27 ഒന്ന് ഓർത്ത് വെക്കുക. 1112 തുലാം 27. അപ്പൊ തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണിത്, ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതാരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12 എന്നാണ്. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? CP രാമസ്വാമി അയ്യരാണ്. ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? CP രാമസ്വാമി അയ്യരായിരുന്നു. ആരാണ്? CP രാമസ്വാമി അയ്യരാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ഗാന്ധിജിയാണ്. അപ്പൊ ഗാന്ധിജി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് എന്തിനെ വിശേഷിപ്പിച്ചു? ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചു. ആര് വിശേഷിപ്പിച്ചു? ഗാന്ധിജി വിശേഷിപ്പിച്ചു. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. അപ്പൊ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്ന് അറിയപ്പെടുന്നതും എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബര സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? CP രാമസ്വാമി അയ്യറാണ്. തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജിയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതും ആര് തന്നെയാണ്? മഹാത്മാഗാന്ധിയാണ്. അപ്പൊ എങ്ങനെയാണ്? ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതും ആര് തന്നെയാണ്? മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനമെന്ന് വിശേഷിപ്പിച്ചതും ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനം എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി തൻ്റെ അവസാനത്തെ കേരള സന്ദർശനം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു തീർത്ഥാടനം എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ യാത്രയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അപ്പൊ ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ്. അപ്പൊ സി രാജഗോപാലാചാരി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ
തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? സി രാജഗോപാൽ ആചാര്യാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ളയാണ്. അപ്പൊ ഇതൊന്നും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാൽ ആചാര്യാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? TK വേലുപ്പിള്ളയാണ്. ആരാണ്? TK വേലുപ്പിള്ളയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. അപ്പൊ ഉള്ളൂരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാൽ ആചാര്യാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? TK വേലുപ്പിള്ളയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂരുമാണ്. മലബാർ ക്ഷേത്രപ്രവേശന ബിൽ പ്രസിദ്ധീകരിച്ച വർഷം 1938 ഓഗസ്റ്റ് 30-നാണ്. ഡിഗ്രി ലെവലൊക്കെ നോക്കുന്നവർ ഓർത്ത് വെക്കുക. മലബാർ ക്ഷേത്രപ്രവേശന ബിൽ പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? 1938 ഓഗസ്റ്റ് 30-നാണ്. മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ 1938 മലബാർ ക്ഷേത്രപ്രവേശന ബിൽ അവതരിപ്പിച്ചതാരാണ്? സി രാജഗോപാൽ ആചാര്യാണ്. അപ്പൊ എന്നാണ്? 1938 മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ മലബാർ ക്ഷേത്രപ്രവേശന ബിൽ അവതരിപ്പിച്ചതാരാണ്? സി രാജഗോപാൽ ആചാര്യാണ്. അപ്പൊ മലബാർ ക്ഷേത്രപ്രവേശന ബിൽ പ്രസിദ്ധീകരിച്ച വർഷം 1938 ഓഗസ്റ്റ് 30-നാണ്. മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ 1938 മലബാർ ക്ഷേത്രപ്രവേശന ബിൽ അവതരിപ്പിച്ചതാരാണ്? സി രാജഗോപാൽ ആചാര്യാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് നമ്മൾ പഠിച്ചതാണ്. എന്നായിരുന്നു? 1936 നവംബർ 12-നാണ്. എന്നാണ്? 1936 നവംബർ 12-നാണ്. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2-നാണ്. അപ്പൊ മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണ്? 1947 ജൂൺ 2-നാണ്. എന്നാണ്? നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ലഭിച്ച വർഷമാണ് എവിടെ നടക്കുന്നത്? ലഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ് എവിടെ നടക്കുന്നത്? മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് എവിടെ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്? കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. അപ്പൊ കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് എന്നാണ്? 1947 ഡിസംബർ 20-നാണ്. എന്നാണ്? 1947 ഡിസംബർ 20-നാണ് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. അപ്പൊ മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2-നാണെങ്കിൽ കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20-നാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കണം, വർഷങ്ങളൊക്കെ പഠിക്കണം. അപ്പൊ തിരുവിതാംകൂറിൽ എന്തായിരുന്നു? 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. എന്നാൽ മലബാറിലോ 1947 ജൂൺ 2-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20-നുമാണ്. ഇനി നമുക്ക് പട്ടിണിജാഥ നോക്കാം. പട്ടിണിജാഥയും ഏത് വർഷം തന്നെയാണ് നടന്നത്? 1936 തന്നെയാണ് പട്ടിണിജാഥയും നടന്നത്. അപ്പൊ പട്ടിണിജാഥ നോക്കാം. മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി നടന്ന ജാഥയാണ് ഇത്? പട്ടിണിജാഥ. അപ്പൊ പട്ടിണിജാഥ എന്തിനു വേണ്ടി നടന്നതാണ്? മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി നടന്ന ജാഥയാണ് ഇത്? പട്ടിണിജാഥ. പട്ടിണിജാഥ നയിച്ചതാരാണ്? AK ഗോപാലൻ അല്ലെങ്കിൽ AKG ആണ്. പട്ടിണിജാഥ ആരംഭിച്ചത് ഏത് വർഷമാണ്? 1936 തന്നെയാണ്. അപ്പൊ മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി നടന്ന ജാഥയാണ് ഇത്? പട്ടിണിജാഥ. പട്ടിണിജാഥ നയിച്ചത് AK ഗോപാലനാണ്. പട്ടിണിജാഥ ആരംഭിച്ചത് ഏത് വർഷമാണ്? 1936-ലാണ്.
കെ ഗോപാലൻ കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണിജാഥ നയിച്ചത്. അപ്പൊ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണിജാഥ നയിച്ചത്. അപ്പൊ കെ ഗോപാലൻ കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണിജാഥ നയിച്ചത്. പട്ടിണിജാഥയിൽ 32 പേർ പങ്കെടുത്തു. എത്ര പേര് പങ്കെടുത്തു? 32 പേരാണ് പട്ടിണിജാഥയിൽ പങ്കെടുത്തത്. അപ്പൊ മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയ അവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി നടന്ന ജാഥയാണ് ഇത്, പട്ടിണിജാഥ. പട്ടിണിജാഥ നയിച്ചത് കെ ഗോപാലനാണ്. പട്ടിണിജാഥ ആരംഭിച്ചത് ഏത് വർഷമാണ്? 1936-ലാണ്. കെ ഗോപാലൻ കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണിജാഥ നയിച്ചത്. പട്ടിണിജാഥയിൽ എത്ര പേർ പങ്കെടുത്തു? 32 പേർ പങ്കെടുത്തു.